ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. രാവിലത്തെ ആ ഒരു അസംബ്ലി പരിപാടിക്ക് അപ്സര പോയി അൻസിബേനെ വിളിച്ചു. ഇതാണ് രാവിലെ ഒരു അടി പൊട്ടുന്നത്. അപ്സര വിളിച്ചാൽ ഞാൻ വരില്ല എന്ന് അൻസിബ തർപ്പിച്ച് പറയുന്നു. അത് ഇന്നലെ അവർ തമ്മിലുണ്ടായ ആ ഒരു കോൺഫ്ലിക്റ്റ് നമുക്കറിയാം. പട്ടിയെ വിളിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കമാൻഡിങ് പവറിൽ അപ്സര അൻസിബേനെ വിളിക്കുന്നു. ഇതിനു മുമ്പും അപ്സര അൻസിബ തമ്മിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈഗോ ക്ലാഷുകൾ. അപ്സര ഫ്ലോർ ക്യാപ്റ്റൻ ആയിട്ടിരുന്നപ്പോഴൊക്കെ ഇവര് സെയിം ടീമിൽ ഇരുന്നപ്പോൾ തന്നെ ഇവര് തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ബാക്കിയാണ് ഇന്ന് നടക്കുന്നത് ലൈവില്. അൻസിബേനെ ഡെൻ ടീമിലെ ബെഡിൽ നിന്ന് ഇറക്കിയതിൽ പിന്നെ നെക്സ്റ്റ് ടീമിലെ ആ ഒരു ബെഡിലാണ് അൻസിബ പോയി പിണങ്ങിയിരിക്കുന്നത്, വരെ പുതപ്പും പൊതിച്ച്. ഒരാള് പറയുന്നത് അനുസരിക്കണോ വേണ്ടയോ എന്നത് ഓരോരുത്തർക്ക് തീരുമാനിക്കാം. ഒന്നെങ്കിൽ ആ പൊസിഷനെ ബഹുമാനിക്കാം, അല്ലെങ്കിൽ ആളെ ബഹുമാനിക്കാം. ആളെ ബഹുമാനിക്കാതെയും നമുക്ക് ആ പദവിയെ ബഹുമാനിക്കാം കേട്ടോ. അൻസിബയ്ക്ക് അപ്സരയുമായിട്ട് പ്രശ്നമുണ്ട്, പക്ഷെ അപ്സരയുടെ ബാഡ്ജിനെ ബഹുമാനിക്കാമായിരുന്നു അൻസിബ. ജാൻമണിയും അൻസിബേനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു വിഷയത്തില്. ഗബ്രിയുടെ കൂടെ ഒന്ന് ഒരസുന്നുണ്ട്. ഗബ്രി ആദ്യം ഡിസിപ്ലിൻ പഠിക്കുക, എന്നിട്ട് ഞങ്ങളെ ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ വാ എന്ന് പറയുന്നുണ്ട് ജാനു. ഗബ്രി ആകെ ഫയർ ചെയ്ത് നിൽക്കുകയാണ് അൻസിബയ്ക്ക് നേരെ. ജാനു ഒട്ടും തന്നെ ഇമേജ് കോൺഷ്യസ് അല്ലാത്ത രീതിയിലുള്ള ഒരു ഗെയിം കളിച്ച് വരുന്നുണ്ട് ഈ ഒരു 2 ദിവസമായിട്ട്, ഈ ആഴ്ച തുടങ്ങിയത്. പിന്നെ എന്നിട്ട് ഈ സമയത്ത് നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട്, ഇനി നിങ്ങൾ പറയുന്നത് അനുസരിക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന്. അപ്പൊ പവർ ടീമിനെ വെല്ലുവിളിക്കുന്നുണ്ട് നമ്മുടെ ജിൻഡോ. ഞാൻ പവർ ടീമിലായിരുന്നപ്പോ നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ജിൻഡോ. അതേപോലെ രാവിലെ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തിരുന്നത് നമ്മുടെ ഡെൻ ടീമാണ് ഇന്ന്, സായിയും ജിൻഡോയും ഒക്കെ ഉള്ള ഒരു ടീം. സായി കിച്ചണിൽ നിന്ന് മാറി നിന്ന് ജാസ്മിനോട് മിണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ജിൻഡോ വന്നിട്ട് ഫയർ ചെയ്യുന്നുണ്ട് നമ്മുടെ സായിനെ. ഒരു രക്ഷയില്ല. കിച്ചണിൽ പണിയെടുക്കേണ്ട സമയത്ത് നീ ഇവിടെ വന്നിരുന്ന് മിണ്ടുവാണോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ സായി ഇങ്ങനെ ആകെ ഞെട്ടി ഇങ്ങനെ തരിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഞാനാണ് ഏറ്റവും കൂടുതൽ ദോശ ചുട്ടതെന്നൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ ആകെ വിരളി വെളുത്ത്. പക്ഷെ ഞാനും ഞെട്ടിത്തെറിച്ച് നിൽക്കുമായിരുന്നു. അയ്യോ ജിൻഡോ വന്ന് സായിക്ക് നേരെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന കൊള്ളാലോ എന്ന് തോന്നിപ്പോയി. ജിൻഡോ ആ വരുന്ന വരവൊക്കെ കണ്ടപ്പോ സായി ആകെ ഇരിക്കുന്ന സായി പേടിച്ചു പോയി കാണാം. പുള്ളി ഇവരുടെ ഈ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ആണ്. അപ്പൊ എന്തുകൊണ്ടും ഒരു ടീം മെമ്പറെ നിർത്തി പൊരിക്കാനുള്ള അധികാരം പുള്ളിക്ക് ഹൗസ് ക്യാപ്റ്റൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ രാവിലെ സായിയും ജിൻഡോയും തമ്മിൽ ഒരു ചെറിയ രീതിയിലൊരു ക്ലാഷ് സംഭവിക്കുന്നു, ഒരു ബഹളം സംഭവിക്കുന്നു. സായി ആണെങ്കിൽ ഒട്ടും ഹാപ്പി അല്ല കേട്ടോ ബിഗ് ബോസിൽ കയറിയതിൽ. പിന്നെ അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ലൈവ് കണ്ടപ്പോ. ഇതിനകത്ത് കയറിയും പോയി തിരിച്ചിറങ്ങി പോകാനും പറ്റില്ല, വണ്ടിയും ഇല്ല, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു തോട്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത് സായിയെ കുറിച്ച് ലൈവ് കണ്ടപ്പോ ഈ 2 ദിവസം. അപ്പൊ നമുക്ക് തിരിച്ച് അൻസിബയിലേക്ക് വരാം. സിബിൻ പറയുന്നുണ്ട്, അധികാരത്തിന്റെ ഒപ്പം ഉത്തരവാദിത്തം എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്സര അൻസിബയോട് കോംപ്രമൈസ് ചെയ്യാൻ പോവാത്തത് അപ്സരയുടെ ഫോൾട്ട് ആണ് എന്ന് സിബിൻ പറയുന്നുണ്ട്. പിന്നെ അൻസിബയെ ശിക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങളും മാറി നിൽക്കും എന്ന് സിബിൻ പറയുന്നുണ്ട്. സിബിൻ നല്ല വാലിഡ് പോയിന്റുകൾ വെച്ച് സംസാരിക്കുന്ന ഒരാളാണ് കേട്ടോ. നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം പുള്ളിക്ക്. അപ്സര കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്സര റേഡിയോ ആണല്ലോ, മറ്റേ 1 സൈഡ് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്സര റേഡിയോ പോലെ എന്തൊക്കെയോ പറയും, അത് കേൾക്കാൻ സൗകര്യമുള്ളവർ കേൾക്കണം. അതാണ് അപ്സര. സിബിൻ വലിയ ബഹളമൊന്നും വെക്കാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അപ്സരയുടെ ഈ റേഡിയോ കേട്ടോണ്ടിരിക്കാൻ പുള്ളിക്കൊട്ടും പറ്റുന്നുമില്ല. പിന്നെ ഈ ഒരു അസംബ്ലി പരിപാടിയുടെ ഒരു പ്രാക്ടിക്കൽ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പ്രാക്ടിക്കൽ അല്ല എന്ന് ഇന്നലെ തന്നെ പവർ ടീമിന് മനസ്സിലായതാണ്. കാരണം ജാൻമണി സീൻ ഉണ്ടാക്കിയിരുന്നു ഇന്നലെ രാവിലെ. ഇന്ന് അൻസിബയും കൂടി ഇതിന് വരാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ പവർ ടീം ഈ ഒരു റൂളിൽ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് എനിക്കെന്തോ വർക്കല്ല. ആ റൂളില് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി അതിലൊരു അമെൻഡ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇംപ്രവൈസേഷൻ വരുത്താനാണ് നമ്മുടെ പവർ ടീം ശ്രമിക്കേണ്ടത്. പക്ഷെ ഈ പവർ ടീമിൽ ഒരു ഹോപ്പും ഇല്ല. കാരണം ഇവരുടെ എച്ചില് വേറുള്ള ഒരു കഴുകണം എന്ന് പറയാൻ മടി കാണിക്കാത്തവരാണ് ഇവര്. ഒരു അത്ഭുതവുമില്ല, ഇവർ ഇതല്ല ഇതിനപ്പുറവും പറയും. പിന്നീട് നമ്മുടെ ഈ ഒരു പവർ ടീം ഡിസ്കഷന്റെ സമയത്ത് അൻസിബയ്ക്ക് ശിക്ഷ കൊടുക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് 4 പേരും കൂടി. ഡയറക്റ്റ് ജയിൽ നോമിനേഷൻ കൊടുക്കുമെന്ന് അപ്സര പറയുന്നുണ്ട്. ഈ ഒരു അസംബ്ലി പരിപാടിയെ കോർഡിനേറ്റ് ചെയ്യേണ്ടത് അൻസിബയാണ് എന്നൊരു തീരുമാനം എടുക്കുന്നുണ്ട് നമ്മുടെ ഗബ്രി രാജാവ്. എന്നിട്ട് ഇവരിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് അൻസിബയ്ക്ക് എന്തൊക്കെ പണി കൊടുക്കാം എന്നിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അൻസിബ അവിടെ പിണങ്ങി നെക്സ്റ്റ് റൂമിലെ ബെഡിൽ ഇരിക്കുവാണ്. അപ്പൊ ഇത്രയുമായിരുന്നു ലൈവ് അപ്ഡേറ്റുകൾ. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.